ഓക്കെ, അപ്പൊ ജമിനി അടുത്ത് വെച്ചപ്പം ജമിനി പറഞ്ഞു നാട്ടിലെ കാട്ടിലെ കണ്ണെന്ന് പറഞ്ഞാൽ കുട്ടി മിണ്ടുന്നില്ല. സ്കൂളിൽ പോയതാ. അമ്മ ഇവിടുത്തെ ഒരു സ്കൂളിലെ ടീച്ചറായിരുന്നു. അടുത്തുള്ള അയ്യോ സത്യസത്യമായിട്ട് പറയാം, ഞാനല്ല, എന്റെ ബാങ്ക് അക്കൗണ്ട് ഇങ്ങനല്ല. സാധാരണ വീടിന്റെ എന്തെങ്കിലും ഒരു സാധനം കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ട് കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നു ഒരു 50 ലൈക്കെങ്കിലും വരും. എങ്ങനെയൊക്കെ വരും. ഇത് ആരുമില്ല, ഞാൻ എന്നിട്ട് വിഷം വന്ന് ഞാൻ തന്നെ പോയി ലൈക്ക്. അപ്പൊ അത് ഫ്രണ്ട് ഒന്ന് എടുത്ത് കാണിക്കേണ്ടതായിരുന്നു നമ്മുടെ പ്രേക്ഷകരെ. ഒരു KSRTC ഇപ്പൊ ഞങ്ങളെ പടമാക്കി. അച്ഛൻ നീ ബാക്കി പറയണ്ട, ബാക്കി പറഞ്ഞത് നമ്മളെ പാർട്ടിക്കാരില്ല. നിങ്ങള് പച്ചപ്പും ഹരിതാപയും കണ്ടു കഴിഞ്ഞാ ഞങ്ങള് ഒരു പ്രത്യേക സുഖമാണ്. ഓപ്പൺ എയർ റോഡിന്റെ സൈഡിലല്ല മൂത്രമൊഴിക്കുന്നത്. ഒരു കുതിരച്ചാണത്തിന്റെ മണം അല്ലേ മൊത്തത്തിൽ? കുതിര കാണുന്നില്ലല്ലോ. വെറും വൃത്തിയിട്ട് പാത്രം ഇതുപോലെ ഒന്നും കണ്ടിട്ടില്ല. ഈ വാഷ്റൂമിൽ പോകുന്നവര് ഒട്ടും അവര് ബാക്കിയുള്ളവര് പോകണം എന്നുള്ളൊരു ചിന്തയൊക്കെ ഒന്നുമല്ല. മീനും ഇടയ്ക്ക് ഒരു വിഡ്ഢിത്തരം പറഞ്ഞു, അത് നമുക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് ഒന്നുകൂടെ ക്യാമറ ഓൺ ആക്കിയത്. എരുമേലി മുക്കട റോഡ്. മഴ പെയ്യുമ്പോഴേ റബ്ബർ വെട്ടി നിൽക്കുമ്പോ റബ്ബർ പാല് മഴയെ തൊലിച്ചു പോകാതിരിക്കാനാണ്. റബ്ബറിന്റെ കവർ എടുത്താ നമ്മള് റബ്ബർ ഷീറ്റ് ഉണ്ടാക്കത്തില്ലേ, കുഞ്ഞിടുന്ന ചെരുപ്പൊക്കെ ഉണ്ടാക്കുന്ന ഈ റബ്ബറാ. അന്നേരം അത് ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ് കവർ ഇട്ടേക്കുന്നത്. കുന്നന്താനത്തെ മാമന്റെ അവിടെ കൊണ്ടുവന്നിട്ട് കാണിച്ചിട്ടില്ലേ ഒരു ദിവസം? ചിരട്ടേന്ന് എടുത്ത് കാണിച്ചിട്ടില്ലേ? ഇങ്ങനെ വലിച്ചു കാണിച്ചിട്ടില്ലേ വെള്ള കളറില്? ഇതാണ് റബ്ബറിന്റെ ആദ്യത്തെ ഫോൺ. ഇത് തിരുവാഭരണ പാതയല്ലേ അച്ഛാ? അല്ല അല്ലേ, ഇങ്ങോട്ട് വരത്തേയില്ല തിരുവാഭരണം. നമ്മളാ കണ്ട റാന്നി ഇപ്പൊ ഇങ്ങോട്ട് കയറിയ അല്ലല്ല അവിടെ ഒന്നും അല്ല. റാന്നിയിലോട്ട് കയറിയില്ലേ? റാന്നിയിലോട്ട് കയറുന്ന റോഡിലോട്ട് കയറിയില്ലേ? ബ്ലോക്ക് വഴി. കറക്റ്റ്, ബ്ലോക്ക് വഴി എന്ന് നേരെ കിഴക്കോട്ടാണ് തിരുവാഭരണ പാത കിടക്കുന്നത്. നല്ല വഴിയാ. ഇത് ഫോറസ്റ്റ് ഏരിയ. ശരിക്കും ഇത് ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ. റാന്നി ഡിവിഷന്റെ കീഴിലുള്ള ഏരിയയാണ്. ഇവിടെ ഒന്നും തന്നെ ഇല്ല. വെട്ട ഒരു ശകലം കയറുന്നത് ശരിക്കും നല്ല കൂളിംഗ് ഏരിയ ആണ്. ജനങ്ങളാരും തന്നെ ഇവിടെ തിങ്ങി പാർക്കുന്നില്ല, താമസിക്കുന്നില്ല. ഉച്ചയ്ക്ക് 12 മണി സമയത്തൊക്കെ ഇതുവഴി യാത്ര ചെയ്താല് നല്ല വെയിലും ചൂടും ഉള്ളപ്പോൾ തന്നെ നല്ല കൂളിംഗ് ആയിരിക്കും ഈ ഏരിയയിൽ. കാരണം ഈ രണ്ട് സൈഡിലും മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് നല്ല കൂളിംഗ് കിട്ടും. അങ്ങനെയുള്ള വെയിലുള്ള സമയത്തല്ല. ഈ മരത്തിനകത്ത് നോക്കിയ വെയിൽ കയറുന്നുണ്ടോ നോക്കിയ, ഒട്ടും വെയിലടിക്കുന്നില്ല. വെയിലടിക്കാത്ത ഒരു ഏരിയ. രണ്ട് സൈഡിൽ നിന്നും നല്ല കൂളിംഗ്, മരത്തിന്റെ പ്രൊട്ടക്ഷൻ, നല്ല എയർ. അവിടെ വരെ വീടൊന്നും ഇല്ലായിരുന്നു. ഇവിടെ തൊട്ടങ്ങോട്ട് കുറെയൊക്കെ ഇംപ്രൂവ് ചെയ്തൊക്കെ പോയതായിരിക്കാം. നേരത്തെ ഇവിടെ മരം തന്നെയായിരുന്നു. എരുമേലി അമ്പലത്തിലോട്ടാണ് നമ്മൾ ചെല്ലുന്നത്. അമ്പലത്തിന്റെ എരുമേലി അയ്യപ്പ ടെമ്പിൾ. എരുമേലി പേട്ടതുള്ളലൊക്കെ നടത്തുന്നത് അവിടെയാണ്. അല്ല, ഈ പകലും എപ്പോഴും ഉണ്ടായിരിക്കും അല്ലെ പേട്ടതുള്ളല? ശബരിമല നട തുറക്കുന്ന സമയത്തൊക്കെ തന്നെ ഡിവോട്ടീസ് അല്ലേ ഇവിടെ വന്നിട്ട് പോകത്തുള്ളൂ. നമ്മള് പളനിയിലേക്ക് ആണ് പോകുന്നത്. പളനി ദർശനത്തിനായിട്ട് പോവുകയാണ്. പളനി മുരുകൻ ടെമ്പിൾ ദർശിക്കാനായിട്ടാണ് പോകുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് എരുമേലി റൂട്ട് സെലക്ട് ചെയ്തത്. അങ്ങനെയാണ് ഇതുവഴി പോകുന്നത്. ഞങ്ങള് വെളുപ്പിനെ 4:30 ഇറങ്ങാൻ പ്ലാൻ ചെയ്തു. ഇതൊരു 5:45 ഇറങ്ങി. ഇപ്പൊ നമ്മുടെ റൂട്ട് ഏതാ? നമ്മള് ചെങ്ങന്നൂര് വന്ന് മാവേലിക്കര ചെന്നിത്തലയിൽ നിന്ന് പുറപ്പെട്ടിട്ട് മാന്നാറ് സ്റ്റോർ ജംഗ്ഷനിൽ നിന്നും റൈറ്റിലേക്ക് തിരിച്ച് നേരെ ചെങ്ങന്നൂര് റൂട്ട് അത് പറയണ്ട. ഫുള്ള് എരുമേലി വന്ന് കുമളി വഴി അങ്ങനെ പോവാന്ന് വെച്ചു. മോനെ നേരെ നോക്കിയിരിക്കും. അമ്മയുടെ മടിയിലോട്ട് നേരെ ഇരിക്കേ, അങ്ങനെ അങ്ങ് ഉറങ്ങാൻ.
ഈ വണ്ടിയാണ് നടുകൂടെ അവര് സൈഡ് തരുന്നില്ല, ആർമിയാണ്. ആർമിക്കാരൻ. അങ്ങനെ എന്തായാലും കഴിഞ്ഞ മാസം എവിടൊക്കെയായിരുന്നു? തിരുപ്പതി, ശ്രീരംഗം വഴി അല്ല, എങ്ങനെയായിരുന്നു നമ്മൾ പോയത്? പര്യടനമായിരുന്നു. തിരുപ്പതി പോയി, പിന്നെ ശ്രീരംഗം, പിന്നെ തിരുവണ്ണാമല. അത് നമ്മള് വീഡിയോ ഒന്നും എടുത്തില്ല അത്രയല്ലേ? വീഡിയോ ഒന്നും എടുത്തില്ല. ചില ഫോട്ടോസും ചെറിയ ചെറിയ സ്നിപ്പറ്റ്സ് ഉണ്ട്, അത് ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഇട്ടേക്കാം. നമ്മള് പോവാത്തടത്തൊക്കെ നമ്മള് പോയി. ഇപ്പം പോവാത്തടത്ത് പറഞ്ഞാല് ഞാൻ അധികം പോയിട്ടില്ല സത്യം പറഞ്ഞാല്. പഴനിയില് ഞാൻ പോയത്, ഞാനും മീനും ഒരു 10 വർഷം മുന്നേ ഒരു തവണ പോയിട്ടുണ്ട്. ഇന്നലെ ശ്യാമളാമ്മ പറഞ്ഞു. അല്ല, പഴനിയില് ഞാനും പോയിട്ടുണ്ട് പണ്ട്, ഒറ്റ വട്ടം. ആണല്ലേ? അച്ഛനും അമ്മയും ഫസ്റ്റ് ടൈം അല്ലേ? ഞങ്ങളുടെ ആദ്യമായിട്ടാണ്. ഫസ്റ്റ് ടൈം യുവി ഫസ്റ്റ് ടൈം. ചുട്ടാനും ഫസ്റ്റ് ടൈം. മീനു നമ്മള് 10 വർഷം മുന്നേ അല്ലേ പോയത്? 10 വർഷം മുന്നേ 10 വർഷം എന്തെങ്കിലും ആയി പോയിട്ടല്ലേ? അതെ അതെ. 10 വർഷമായി. കേട്ടോ എരുമേലി അമ്പലത്തിന്റെ കിലോമീറ്റർ ഇല്ല. എത്താറായി. ശരിയാട്ടോ. ലെഫ്റ്റിലോട്ട് നോക്കിക്കോളൂ. ഇവിടെ അല്ലേ മറ്റേ പുലിയുടെ ഒക്കെ പടം വെച്ചിട്ടുണ്ട്, ഫോട്ടോ എടുക്കും. ഫോട്ടോ എടുപ്പും ഒക്കെ ഉണ്ട്. സീസൺ അല്ലാത്ത നല്ല സീസണാ അവിടെ. പമ്പ ബസ്സൊക്കെ കേരളമുണ്ട്, കാരണം ടൂറിസ്റ്റ് ബസ് പമ്പ ബസ്സൊക്കെ കിടപ്പുണ്ടായിരുന്നു. ആണോ? അവിടുന്ന് ശബരിമല ഇപ്പൊ പ്രതിഷ്ഠാ ദിനത്തിന്റെ ഭാഗമായിട്ട് നട തുറന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പൊ നട തുറന്നേക്കുവാ. അവർക്കതറിയാം. ഫ്യൂച്ചറിനെ ചെറുതായിട്ട് ഛർദിലിന്റെ ഒരു അസ്കിത, ചെറുതായിട്ടൊന്ന് ഛർദിച്ച് ഇങ്ങനെ അമ്പലമൊക്കെ വെളുപ്പിനെ എണീറ്റോണ്ടാ സെറ്റ് ആയിക്കോളും. വെളുപ്പിനല്ല, വളവ്. അവന് ബാക്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്കും ഏറ്റവും ബാക്കിൽ ഇരിക്കാൻ പറ്റത്തില്ല. ബാക്കിൽ ഇരുന്ന വളം. പിന്നെ ചാർപ്പിക്കോ അല്ലെ ഗ്യാസ് വല്ലതും കയറിയിട്ടുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ഇല്ലേ? കടുവയുടെ പുറത്ത് കയറിയിരിക്കുന്നു നമ്മുടെ ഈ ചേട്ടൻ. നല്ല ലൈറ്റ് അല്ലേ? ലൈറ്റ് ഉണ്ട്. പെട്രോളൊന്നും ആക്കാരാ കേട്ടോ ചോദിച്ചിട്ട്. അത് എന്താ പിന്നെ ഒരു കൊച്ചിനെ കൊണ്ട് മീനൊക്കെയാണോ? ഞാൻ 2-3 എടുത്തു വെച്ചു, അതുകൊണ്ട് ഒത്തു. കേട്ടോ, ഒരു കൊച്ചിനെ കൊണ്ട് വരുമ്പോ ഇങ്ങനെ ആവും. എന്തോ പക്ഷെ ഇതിനകത്ത് ഉണ്ടായിരുന്നു ഒത്തിരി കവർ. ഞാനത് ORS മോനെ മേടിക്കാം കേട്ടോ. ഇതിനകത്തേ ഈയാടെ ഈ പോക്കറ്റ് നിറച്ച് പ്ലാസ്റ്റിക് കവർ ഞാൻ ഇന്നാളെ എടുത്ത് വെച്ചതായിരുന്നു. ഇപ്പൊ സർവീസ് ഇതിന് കൊണ്ടുപോയപ്പോ എടുത്ത് വെളിയിൽ കളഞ്ഞു. എല്ലാ സാധനവും എടുത്തായിരുന്നു. അവർ പറഞ്ഞു എല്ലാം എടുക്കാൻ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് എടുത്തു. പാവരുപള്ളി എത്തുന്നത് അതല്ലേ? പാവരുപള്ളി അതല്ലേ? ലെഫ്റ്റ്. അതാണ് പാവരുപള്ളി. ഇവിടെ പേട്ടതുള്ളില് കൊച്ചമ്പലത്തിൽ നിന്ന് ഇറങ്ങി പാവരുപള്ളി പ്രദക്ഷിണം വെച്ചിട്ട് ആണ് മെയിൻ ക്ഷേത്രത്തിലിട്ട് പോകുന്നത്. സ്വാമി ശരണയ്യപ്പ. ചങ്ങനാശ്ശേരി നേരെ പോകാനായിട്ട് സ്ട്രൈറ്റ് അവേ ചെല്ലുന്നില്ലേ മെയിൻ റോഡില്ലേ? അങ്ങനെയും ചില എവിടം വരെ? മുണ്ടക്കയം വരെ ഉള്ളു സ്ട്രൈറ്റ്. അത് കഴിഞ്ഞാ പിന്നെ എല്ലാം ഒറ്റ ഹൈ റേഞ്ച് കയറിയല്ലേ മറ്റേ വഴി അവിടെ എത്തി. മുണ്ടക്കയം ചെന്നിട്ട് എങ്ങനെ വന്നാലും മുണ്ടക്കയം എത്തിയേക്കുന്നത്. ചിലപ്പോ നിങ്ങൾ അറിയാൻ പോയോ ഷൂട്ട് ചെയ്യുക. കൊടുങ്കാട് ഒരാൾ അവിടെ നലിക്കുന്നുണ്ടല്ലേ? റബ്ബർ തോട്ടം കണ്ടോ? നല്ല രസമുണ്ടേ. പുറത്തോട്ടോ അവനെ ഇഷ്ടമാതിരി എത്ര ഏക്കറുണ്ട്. ഹാരിസൺ മലയാളത്തിന്റെ മറ്റോ ആയിരിക്കും. നല്ല രസമുള്ളൂ റബ്ബർ തോട്ടം. അതെ, നല്ല രസം. തട്ട് നല്ല എല്ലാം നല്ലോണം മെയിൻറ്റെയിൻ ചെയ്ത് നോക്കുന്നത് തോന്നുന്നു അല്ലേ? റബ്ബർ വെട്ടുന്ന കറക്റ്റ് കവറൊക്കെ ഇട്ട് കണ്ടോ. പിന്നെ അവിടുന്നും പോയി. അത് അവിടുന്നും പോയി. പ്രേതം എന്താണെന്നും അറിയത്തില്ല, പക്ഷെ പ്രേതം ഉണ്ട്. വേണമെന്നുള്ളവർ എവിടെയെങ്കിലും ഒന്ന് നിർത്തിച്ച് ഇറങ്ങി കഴിക്കാം. അവനും അങ്ങനെയാണെങ്കിൽ ആണോ? മുളങ്കൂട്ടം കണ്ടോ പോലെ? ബാമ്പു കണ്ടോ? ബാമ്പു അല്ല
മീനുവിന്റെ ഗ്ലാസ് ഉണ്ടാക്കാനേ ആ ക്ലാസ്സിന് താക്കാൻ അവനെ താക്കാം ഒരു കാര്യം ചെയ്യും ഇങ്ങോട്ട് നിർത്തട്ടെ. ഉണ്ണിയപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇനി ഉണ്ണിയപ്പം തിന്നണ്ടോല്ലേ? അല്ല ഒരു സെക്കൻഡ് മോനെ ഇങ്ങോട്ട് വേണ്ട, അത് വെളി ഇറങ്ങി കഴിക്കാം കേട്ടോ. ഒരു സെക്കൻഡ് മണം അടിച്ച് ഇനി കൊച്ചു ഛർദിക്കാതെ മാറ്റി. എന്റെ വിളി ആരും കേൾക്കുന്നില്ല. എനിക്ക് കൊടുത്താ ഞാൻ ഉണ്ടാക്കുന്നില്ല. നീ എന്റെ കീഴി മണമില്ലാതെ അങ്ങനെ കഴിക്കുന്നത് അതുകൊണ്ട് കഴിക്കണ്ട. വേണം മോന് വെക്കാനേ? ഉണ്ടോ? ഒരു മാസ്ക് ഒന്നും വേണ്ട. ഇത് മണം അടിക്കാതിരിക്കാനാ അമ്മ അവിടുന്ന് അവരുടെ അടുത്ത് എനിക്ക് കൂടെ തരാൻ പറയാൻ മോളെ? അല്ല മോനെ പാത്രങ്ങൾ കൊടുക്കുക. അതിന്റെ മുഖം ഇരിക്കുന്നുണ്ടോ ചോദിച്ചിട്ടാ? സ്മൈൽ മോന് ബിസ്ക്കറ്റോ അല്ല വേണോടാ? അതൊന്ന് ഇത് വെച്ച് മുഖം ഒന്ന് കുത്തിപ്പിടിച്ചു. അല്ല മാസ്ക് വേണേ തരാം മോന്. വേണോ? എന്നാ കവറ്. ആ വാരിസാരുടെ കവറ്. ഇതാന്നേരം ഇത്രയും പ്രശ്നം. അല്ല അവൻ അതൊക്കെ കാണും. നീ ഒരു കാര്യം ചെയ്യും, മീനു യാത്ര പോകുമ്പോ ഉണ്ണിയപ്പം കൊണ്ട് ഇറക്കല്ലേ കേട്ടോ. അതൊക്കെ ഓക്കേ. അത് അതിനകത്ത് വരുമെന്ന് പറഞ്ഞ കേട്ടോ. ആ ഇനി യാത്രക്ക് ഉണ്ണിയപ്പം വേണ്ട. എന്ത് ചെയ്യാനാ? ഇതൊക്കെ ആദ്യത്തെ പരീക്ഷണല്ലേ? അങ്ങനെ പറ, ഇനി വേണ്ട. മനസ്സിലായല്ലോ? കേട്ടോ ഏ എന്താ വേണം? ഇല്ലടാ. മൂന്നേരം ഇരിക്കും. അതല്ലേ പാട്ട്. ഓക്കെ എടുക്കുവാണേ. ഇപ്പൊ എടുക്കണ്ട. അതിന് ഛർദിക്ക് കഴിയുമ്പോ ഫോണിൽ വെച്ച് പക്ഷെ വണ്ടി വെച്ച് ഫോണിൽ അല്ല ഇപ്പൊ മനങ്ങുമല്ലോ. എന്റെ അച്ഛൻ മാറ്റി. ഇതെന്ത് പാട്ട്? പഴയ 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 പാട്ടാ അല്ലേ? മുരുകന്റെ അല്ലേ? പഴയ പാട്ടാ അല്ലേ? പുതിയ സെൽറ്റോസ് വരുന്നുണ്ടോ? അത് ഫുള്ള് ടോപ്പ് മോഡല്ലേ? ടോപ്പിന്റെ ഹെഡ്ലൈറ്റ് ആണ്. വണ്ടി എടുത്തോ? അച്ഛാ അത് വേണ്ട. പറഞ്ഞ മതി. ഇനിയിപ്പോ മൂവ് ചെയ്യുമ്പോ കാണിക്കല്ലേ? അത് ക്ലോസ് ചെയ്യാം. ആ സ്ക്രീനിലേക്ക് പണ്ടത്തെ ആൾക്കാരുടെ നിന്ന് വരെ മിക്കവാറും കോപ്പി റൈറ്റ് അടിക്കുമെന്ന് തോന്നുന്നു. പഴയ പാട്ടൊക്കെ യൂട്യൂബിന് ഉറങ്ങി. ഇനി അത് നീ അത്രയും ഒച്ചത്തിൽ അവിടെ നിന്ന് പറഞ്ഞ ഇപ്പൊ ഉണ്ടല്ലോ അതിനെ ഉണർത്താൻ നോക്കുക. അത് ഉറങ്ങിക്കോട്ടെ. ഈ ഹൈറേഞ്ച് ഒന്ന് കഴിഞ്ഞിട്ട് അതിനെ ഉണർത്തിയാണ്. ചാർജ് ആയിക്കോട്ടെ. അവിടെ ചെന്നിട്ട് അല്ല ചാർജ് യൂസ്. അതല്ല ഹൈറേഞ്ച് നമ്മുടെ ഇന്ദ്രൻസിന്റെ പേരെന്ത് വരുന്നില്ല അതിനകത്ത്? പാഞ്ചാലിമേട് ഇവിടെ എടുത്താ പണ്ട് വന്നതാ. അത് പാഞ്ചാലി മേട് പാറയുടെ ഇടയ്ക്കൊന്നെല്ലാം വെള്ളം കണ്ടോ? അതായിരിക്കും പാഞ്ചാലി മേടം. കഴിഞ്ഞ മാസം ഇതുവഴി വന്നപ്പോഴത്തെ ആയിരിക്കും. അല്ലല്ല അന്നേരം വെള്ളം കുറവായിരുന്നു. അതല്ല ഞങ്ങള് മാത്രമായിട്ട് വന്നില്ലേ ഓർമ്മയുണ്ട്. ഒരു 5 വർഷം മുമ്പ്. 5 വർഷം മുമ്പ്. ഇനി അതിന്റെയും ഫോട്ടോസ് വേണമെങ്കിൽ അല്ലേ ഇതിനകത്ത് വേണമെങ്കിൽ ഇടാം. ഞങ്ങൾ 3 പേരും ഒരേപോലത്തെ ജാക്കറ്റ് അന്ന് ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുത്ത ആള് ബിബിൻ ചേട്ടനാ അല്ലേ? ഫോട്ടോ പിടിച്ച് എന്തോരം ഫോട്ടോ എടുക്കുമായിരുന്നു. നിങ്ങൾ മൂന്നും കൂടെ ബിബിന്റെ കൂടെ അവിടെ പോയി. അത് പണ്ട് ആ സമയത്ത് ക്യാമറ എടുത്തപ്പോ ക്യാമറയുടെ ക്വാളിറ്റി പരിശോധിക്കാൻ ഞങ്ങൾ ഹൈ റേഞ്ചിൽ ക്വാളിറ്റി ടെസ്റ്റിന് വേണ്ടിട്ട് പോയതാണ്. വൺ ഡേ ടൂർ ആയിരുന്നു. വണ്ടി രാവിലെ പോയിട്ട് രാത്രി വന്നു. വണ്ടി നേരെ വരുന്ന വണ്ടികളുടെ ഓരോരോ വരവുകള് നല്ല ഹെയർ പിൻ വരുമ്പോ എടുത്താൽ മതി. ഹെയർപിന്നൊക്കെ ഇറങ്ങി ഓരോ വണ്ടിയൊക്കെ വരുന്ന കാണുമ്പോഴേ. എന്നാലും നമ്മള് ആ പ്രളയ സമയത്തെ നമ്മുടെ വരവായിരുന്നു അല്ലേ? അല്ലേടാ? പണ്ട് ശരിയാ. തഞ്ചാവൂരൊക്കെ പോയി. തഞ്ചാവൂരൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് അത് പ്രളയം സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമായിരുന്നു. സ്റ്റാർട്ട് ചെയ്യുന്ന ആദ്യമായിട്ട് ഇത് ഓടിക്കുന്നത് 2018 പ്രളയം. നമ്മള് തിരിച്ച് ഹൈ റേഞ്ച് വഴിയായിരുന്നു വരുന്നത്. തിരിച്ചപ്പം ഇതുവരെ ഇല്ലാത്ത രീതിയിൽ അതെ അതെ. അന്നേരം നമുക്ക് മനസ്സിലാവുന്നില്ല വെള്ളപ്പൊക്കം തുടങ്ങുമെന്നുള്ള മനസ്സിലാവുന്നില്ല. അപ്പൊ നമ്മൾ നോക്കിയപ്പോ പല സൈഡിലും റോഡിൽ കൂടെ വെള്ളം. അപ്പൊ ആദ്യമൊക്കെ നല്ല രസം. പിന്നെ കുറച്ച് അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് പലയിടത്തും മണ്ണ് കിഴിഞ്ഞു കിടക്കുന്നു. പിന്നെ കുറച്ചു നേരം വന്നപ്പോഴത്തേക്ക് വണ്ടി പോകുന്ന അറിയാത്തൊരു സ്ഥലത്തില്ലേ? മറ്റേ പകുതിയോളം വെള്ളം. അതൊരു വണ്ടി പോകുന്ന അറിയത്തില്ല. പിന്നെ ഭാഗ്യത്തിന് നമ്മള് അത് കുമളി ചപ്പാത്ത അപ്പൊ ആ ഏരിയയിലായിരുന്നു. ശരിയാ. പെരിയാറായിരിക്കും.
ചപ്പാത്ത് ആണോ? അല്ല അവിടെ അല്ല, മറ്റേ അവിടെ അല്ലേ, മൊത്തം 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 മല മൊത്തം മഴയായിരുന്നു. എല്ലായിടും ഗ്രാവല് കുത്തി ഒലിച്ച് ഈ ചെങ്കല്ല് കലർന്ന വെള്ളം റോഡിൽ കൂടെ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുവോ. നമ്മള് അന്നേരം വിചാരിച്ചു ഇത് ഈ മഴ പെയ്യുമ്പോ ഇങ്ങനെയാണോ ഈ മല വീഴും. എല്ലാം കൂടെ തുറന്നു വിട്ടതായിരുന്നു. അതെ അച്ഛൻ നീ ബാക്കി പറയണ്ട. ബാക്കി പറഞ്ഞ നമ്മളെ പാർട്ടിക്കാരില്ല. സഹ്യാദ്രി എക്കോ ഷോ. ചാടണ്ട ഞാനും പറയാൻ തുടങ്ങി. എവിടെ നിന്നുള്ള ചാടാം? ചാടേണ്ട ഒരു വിചാരിക്കും കുറച്ചും കൂടെ ഹൈറ്റ് കിട്ടി, പെട്ടെന്ന് തീരും. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വേലി വെച്ചേക്കുന്നതിന്റെ കാര്യം പറയുന്നത്. സൈഡിലൊക്കെ ഫെൻസ് വെച്ചേക്കുന്നു, അത്യാവശ്യം നെറ്റ്. ഇല്ല നന്ദു ഒരു പോർട്രേറ്റ് വെച്ചിട്ടാണ് ആദ്യം തുടങ്ങുന്നത് അല്ലേ? അതെ അതെ. പോർട്രേറ്റ് വെച്ചിട്ട് ട്രാവൽ ഡയറീസും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സംഭവം ചെയ്യുവാണ്. അപ്പം നന്ദു എന്നുള്ള പേര് കൊടുത്ത് അവൻ എന്തെങ്കിലും ഇട്ടു ഇടാന്ന് വിചാരിച്ച് നോക്കി. അപ്പൊ ജമിനി എടുത്ത് വെച്ചപ്പം ജമിനി പറഞ്ഞു നാട്ടിലെ ഇല്ല, കാട്ടിലെ കണ്ണെന്ന് പറയുന്നത് പണ്ടത്തെ കാർട്ടൂൺ. നാട്ടിലെ എല്ലാരും ഓർത്തിരിക്കും. പക്ഷെ അല്ല, യുവിച്ചൂട്ടന്റെ ഒറ്റ വട്ടം പറഞ്ഞതേ ഉള്ളൂ. അതിനുശേഷം യുവിച്ചൂട്ടൻ പിന്നെ നാട്ടിലെ നന്ദു മതി. മീനു ഇച്ചിരി ഒച്ച കുറച്ച് സംസാരിച്ചോ. മാഷ് അതിനു മുമ്പ് ഉണരണ്ട. അതിനെ ചാർജ് ചെയ്യാൻ ഇട്ടേക്കുമല്ലേ ഇടയ്ക്ക് വെച്ച് ഡിസ്റ്റർബ് നല്ല പശുവില് എന്നെ നോക്കിയേ, ആ ബാക്കി വരുന്ന പശുവിനെ കണ്ടു. ആ മറ്റേ ഈ കഴുത്ത് ഇങ്ങനെ പൊളഞ്ഞൊളഞ്ഞിരിക്കുന്നു. പുങ്ങാനൂർ പശു ഇച്ചിരി ഉള്ളൂ. അമ്മ ഇതുവഴി അതൊന്ന് പറഞ്ഞേ. അമ്മ ഇതുവഴി വർക്കിന് വന്നോണ്ടിരുന്നു ഒരു വർഷം ഈ ഒരു ഭാഗത്ത് അല്ലേ? അമ്മ എന്തിനാ ഇങ്ങോട്ട് വന്നു? അത് കുട്ടി മിണ്ടുന്നില്ല. സ്കൂളിൽ പോയതാ. അമ്മ ഇവിടുത്തെ ഒരു സ്കൂളിലെ ടീച്ചറായിരുന്നു. ട്രാൻസ്ഫർ വന്ന് ഒരു വർഷം ഇവിടെയായിരുന്നു. ആ ഒരു വർഷം ഞങ്ങൾക്ക് വനവാസമായിരുന്നു. കരുണാപുരം. അവിടെ അല്ലായിരുന്നു സ്കൂൾ, കരുണാപുരം. വേണ്ടൊക്കെ ഇത് പറഞ്ഞിട്ട് ബാക്കി ഇരുന്ന് തന്നെ ചിരിക്കുന്നു. ഒരു വർഷം വനവാസത്തിന് പോയതാണ്. അമ്മ ഒരു വർഷം പോയേക്കുമായിരുന്നു. അപ്പൊ ഞങ്ങക്ക് വനവാസമായിരുന്നു. മാമനപ്പം ഇതുപോലെ കാണുന്നുണ്ടെങ്കിൽ മാമൻ അത് ശരി. അപ്പൊ നിങ്ങള് എന്റെ സ്ഥലത്ത് ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചിട്ട് നിങ്ങളെ വീട്ടിൽ വന്നാൽ ഞങ്ങളുടെ ചുറ്റിന് വെച്ചിട്ട് റബ്ബർ ഉണ്ടെന്ന്. ആടാ ആ മരം കണ്ടോടാ, അതുണ്ടോടാ? അതുണ്ടോ നിൽക്കുന്നത്? യൂക്കാലിപ്റ്റസ് അല്ല, യൂക്കാലിപ്റ്റസ് അല്ല, പക്ഷെ റബ്ബർ അല്ല. ഇവിടെ മേളിൽ നിൽക്കുന്നത് ചന്ദനം വല്ലതും ആണ്. ചന്ദനം നല്ല നേരെ സ്ട്രൈറ്റ് ആയിട്ട് പോയിരുന്ന കുറെ മരങ്ങള്. റൈറ്റ് സൈഡില് കാണുന്നത് ഈട്ടിയാണോ? പൈനാണോ? പൈനാണോ? പൈനൊക്കെ ഇവിടെ ഇട്ടിയല്ല, ഇട്ടിയുടെ ഈ സാധനം ഇത് യൂക്കാലിപ്റ്റസ് അല്ല. യൂക്കാലിപ്റ്റസ് അല്ല, യൂക്കാലിപ്റ്റസിന്റെ തൊലി ഇങ്ങനല്ല. ഇത് പൈനാന്ന് തോന്നുന്നു. പൈന കേട്ടോ. പൈൻ ഗാർഡൻ അല്ലല്ല, പൈൻ ഗാർഡൻ എഴുതിയിട്ടുണ്ട്. ആണോ? അപ്പൊ പിന്നെ ഫോറസ്റ്റിന്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പൈൻ ഫോറസ്റ്റാ. കണ്ടോ, അവള് അപ്പൊ തന്നെ മാറ്റി പറഞ്ഞു. ആദ്യം പറഞ്ഞു കിട്ടിയത് ഇത്ര നേരം സ്ഥിരം പരിപാടി. ഇത് സ്ഥിരം പരിപാടിയാ. അടുത്ത വ്ളോഗിനായി കാത്തിരിക്കുന്ന ആരോ കമന്റ് ചെയ്തിരുന്നു. അതാരാണോ? ഏതിനകത്തായിരുന്നു? ഞാൻ നോക്കിട്ടൊന്നും കണ്ടില്ലല്ലോ. ആർക്കിടോക്സിലല്ല, പിന്നെ എവിടാ? പുതിയ ചാനല്. അതിന്റെ പേരെന്തുവാ? ഞാൻ കണ്ടില്ലല്ലോ. അത് മീനുവിന്റെ ഫേക്ക് അക്കൗണ്ട്. അതിന് മീനുവിന്റെ കമന്റ് അടുത്തുള്ള കാത്തി. അയ്യോ, സത്യസന്ധമായിട്ട് പറയാം, ഞാനല്ല. എന്റെ ഫേക്ക് അക്കൗണ്ട് ഇങ്ങനല്ല. ഞാൻ ഇന്നലെ എന്റെ ബൈക്കോട്ട് ഇങ്ങനല്ല. ലിങ്കിനകത്ത് കേൾക്കണം. അപ്പൊ അമ്മയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്ത്. അപ്പൊ അമ്മയൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. ഇല്ല. ആ ഇല്ല, കണ്ടിട്ടെ. അപ്പൊ നമ്മൾ കരുതി ഇവരൊക്കെ ആയിരിക്കും അപ്പൊ സബ്സ്ക്രൈബ്. അല്ല, അതിനൊരു സമാധാനിക്കാം. ഇനി ഒന്നുകൂടി സമാധാനിക്കാം. എന്നാലും ആർക്കിടോക്സില് കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടേ, സാധാരണ വീടിന്റെ എന്തെങ്കിലും ഒരു സാധനം കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ട് കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നു ഒരു 50 ലൈക്കെങ്കിലും വരും. എങ്ങനെയും ഒക്കെ വരും. ഇത് ആരുമില്ല. ഞാൻ എന്നിട്ട് വിഷമം തന്നെ ഞാൻ തന്നെ പോയി ലൈക്ക്. പിന്നെ ആരണ്ട് ലൈക്ക് ചെയ്തു കേട്ടോ. പിന്നെ ഒരു 10-17 പേര്. ഇല്ല കമ്മ്യൂണിറ്റി പോസ്റ്റ് ഒന്നും കാണാറ് പോലും ഇല്ലെന്ന് തോന്നുന്നു. നിങ്ങളൊന്നും കമ്മ്യൂണിറ്റി പോസ്റ്റ് കാണുന്നില്ല. ആരും കാണാറില്ല. കമ്മ്യൂണിറ്റി പോസ്റ്റ് വേറെ കഴിഞ്ഞു. അമ്മയൊക്കെ ഡിപ്പഴാ സെർച്ച് ചെയ്ത് നോക്കുന്നത്.
അല്ല ടുട്ടു ആൻ സെർച്ച് ചെയ്താൽ കിട്ടുമോ എന്ന് തോന്നുന്നില്ല. മീനും ഇടയ്ക്കൊരു വിഡ്ഢിത്തരം പറഞ്ഞു, അത് നമുക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് ഒന്നുകൂടെ ക്യാമറ ഓണാക്കിയത്. അല്ല, തേയില എന്ന് പറയുന്നത് തേയിലയുടെ ക്വാളിറ്റിയിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഓരോ ഗ്രേഡ് ടൈപ്പ് തേയില ഉണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. അങ്ങനുണ്ട്. അതുണ്ട്. നിനക്ക് അത് കണ്ട് തിരിച്ചറിഞ്ഞ് എടുക്കാൻ അറിയാവോ? അത് കണ്ടറിഞ്ഞ് തിരിച്ചറിയാന്ന് വെച്ചാൽ അച്ഛൻ എന്റെ അടുത്ത് മുഖത്ത് കുറച്ച് ആക്ഷൻസ് ഒക്കെ കാണിച്ചിട്ട് എന്നെ കാണിച്ചായിരുന്നു. ഏതെന്ത് മധു വെച്ചാ? അല്ലല്ല, കുമാരൻ. മുഖത്ത് കുറച്ച് ടീ ആണെങ്കിൽ ഇങ്ങനെ ടേസ്റ്റ് ചെയ്യുമ്പോ ഉണ്ടാവുന്ന നമുക്ക് കുറെ ടേസ്റ്റ് വ്യത്യാസങ്ങൾ. ആ എക്സ്പ്രഷൻ ഓർത്ത് വെച്ച് നീ മേടിക്കാനാണോ? അല്ല, ആദ്യം കടയിൽ ചെന്ന് ചായ ഇട്ട് കുടിക്കണം, എന്നിട്ട് എക്സ്പ്രഷൻ. വിളിച്ച് ചോദിക്കും. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഒരു തേയിലയുടെ മണം അടിച്ച് അങ്ങനെ എക്സ്പ്രഷൻ കാണിങ്ങനെ പൊട്ടിച്ചു തരുമോ അവര്? അവര് തരുമായിരിക്കും. ടീ ടേസ്റ്റർ അങ്ങനെയാണ് നല്ല ടീ സെലക്ട് ചെയ്യുന്നത്. അതെ, അത് പക്ഷെ നമുക്കത് ചായ രുചിച്ച് നോക്കി സെലക്ട് ചെയ്യാൻ അറിയാമെങ്കിലും ഓക്കെ. അതെ, ഓരോ ഗ്രേഡ് തേയിലയുണ്ട്. പക്ഷെ ഉണ്ടല്ലോ, ഈ നമ്മളാണോ അന്ന് പാഞ്ചാലിമേട എവിടെ കണ്ട് പോയപ്പോ അവിടുന്ന് ഈ കാപ്പിപ്പൊടി കിട്ടില്ല, സൂപ്പർ ഭയങ്കര സൂപ്പറാന്ന് പറയാൻ കാരണം എന്താ? അതിന് നല്ല ഫ്ലേവർ. അല്ലല്ല, അത് എന്താന്ന് വെച്ചാ നമ്മള് പാഞ്ചാലിമേട് പോയപ്പോ അവിടെ ഇറങ്ങിയപ്പോ ഒരു ചെറിയ കടയിൽ നിന്ന് നമ്മളൊന്ന് കട്ടൻ ചായയോ അല്ല കാപ്പി കുടിച്ചു. കാപ്പിക്ക് അസാധ്യ ടേസ്റ്റ്. അപ്പം നമ്മൾ ആ പുള്ളിയോട് ചോദിച്ചു ഏത് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് തരുകയും ചെയ്തു വീട്ടിൽ കൊണ്ടുപോകാനൊക്കെ. അവിടെ അന്ന് അച്ഛൻ പറഞ്ഞായിരുന്നു അത് പക്ഷെ ലോക്കലി ഉണ്ടാക്കുന്ന കാപ്പിപ്പൊടിയായിരുന്നു, അല്ലാതെ ബ്രാൻഡഡ് അല്ലായിരുന്നു. കുത്തി ഉണ്ടാക്കുന്നതായിരിക്കും. പക്ഷെ അസാധ്യ ടേസ്റ്റ് ആയിരുന്നു. ആദ്യം നമ്മൾ വിചാരിച്ചു നമ്മൾ ഹൈ റേഞ്ച് ഇന്ന് കുടിക്കുന്ന വൈബ് കൊണ്ട് ടേസ്റ്റ് ആണ്. പക്ഷെ അല്ല എടി, അച്ഛൻ പറഞ്ഞത് അതിപ്പോ ഈയിടെ മറ്റേ ഇതിന്റെ ഏത് സ്ഥലത്തായിരുന്നു? ഏതായിരുന്നു? വാൽപ്പാറയില് ഇവര് അച്ഛൻ നേരത്തെ മെത്തേഡ്സിൽ ജോലി ചെയ്തോണ്ടിരുന്നപ്പോഴേ ഇവർ അവിടെ ആദ്യം ഇത് ഈ പ്ലാന്റ് ഈ ഓട്ടോമാറ്റിക് ഈ മെഷീൻസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ചായ ഈ ഇലയെ എന്ത് സ്പ്രെഡ് ചെയ്യുവാണോ അതോ സ്പ്രെഡ് ചെയ്തതിനെ ചുരുട്ടുവാണോ എന്തോ ഇതുണ്ട്, കേളിംഗ് മെഷീനോ അങ്ങനെ എന്തോ. ആ സാധനം വെച്ചിട്ട് ഇതിനെ ആദ്യം ആ സമയത്ത് എന്തോ വന്ന് തുടങ്ങിയോ അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പൊ അത് ഫ്രണ്ട് ഒന്ന് എടുത്ത് കാണിക്കേണ്ടതായിരുന്നു നമ്മുടെ പ്രേക്ഷകരെ. നമ്മുടെ KSRTC ഒരു KSRTC ഇപ്പൊ ഞങ്ങളെ പടമാക്കി ഡ്രൈവേഴ്സിന്റെ അതിലിപ്പോ സൺഗ്ലാസ് ഒക്കെ വെച്ചോണ്ട് ഏവിയേറ്റർ ഗ്ലാസ് ഒക്കെ വെച്ച് വീശു ഒറ്റ നേരെ. അല്ല, അവരൊരു സ്പീഡിൽ എടുത്താലേ ഒടിഞ്ഞു വരത്തുള്ളൂ. പക്ഷെ ഇത് ഇത്രയും എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ പിന്നെ നമ്മൾ ഓടിക്കുന്നത് വിശക്കുന്നു. അയ്യോ, എനിക്കും ഗ്യാസ് തീർന്നു കേട്ടോ. അതെന്താ? അല്ല, ഇപ്പൊ മിണ്ടിട്ട് കാര്യമില്ലല്ലോ. അച്ഛാ, എനിക്കും വിശക്കുന്നുണ്ട്, നല്ലോണം വിശക്കുന്നുണ്ട്. ഇച്ചിരി ഇറങ്ങട്ടെ. അന്ന് നമ്മളെ കയറിയ കടകളൊക്കെ ഉണ്ടല്ലോ തിരുപ്പതിയിലൊക്കെ പോയി. അച്ഛനൊന്ന് ഉറങ്ങി എണീറ്റപ്പം വിശക്കും. അല്ല, എനിക്കും വിശക്കുന്നു കേട്ടോ ഭയങ്കരമായിട്ട്. കഴിച്ചിട്ട് കൂടി പട്ടുമലപ്പള്ളി പേര് വരാൻ കാരണം എങ്ങനെയാന്ന് വെച്ചാല് പട്ടുപോലെ ഇങ്ങനെ അതിന്റെ നടുവിൽ നിൽക്കുന്നോണ്ടാണ് പട്ടുമലപ്പള്ളി. ആ ഹോട്ടൽ അന്നപൂർണ്ണ. ഈ ഹോട്ടലിൽ ഇത് ഇച്ചിരി തിരക്കുള്ള ഹോട്ടലാണ്. ആർക്ക്? നിങ്ങള് ഇടയ്ക്ക് സാധിച്ചവർക്ക് കുഴപ്പമില്ല. ഞങ്ങള് പിന്നെ ഞങ്ങള് പച്ചപ്പും ഹരിതാപയും കണ്ടു കഴിഞ്ഞാൽ ഞങ്ങള് ഒരു പ്രത്യേക സുഖമാണ്. ഓപ്പൺ എയർ റോഡിന്റെ സൈഡിലൊന്നുമല്ല മൂത്രമൊഴിക്കുന്നത് കേട്ടോ. ഞങ്ങളിപ്പോ ആർക്കും ദോഷം വരാത്ത രീതിയിൽ ഇച്ചിരി അങ്ങോട്ട് മാറി കാറ്റൊക്കെ അടിക്കുന്ന രീതി. ഈ റെസ്റ്റോറന്റ് കയറാൻ ഇവിടെ ഔട്ട്ലെറ്റ് ഉണ്ട്. എടാ നീ ഓക്കെ ഇവിടെ ഇട്ടാ പോരെ? അല്ല പറയണ്ട. ചാർജിങ് സോക്കറ്റിൽ നിന്ന് റിമൂവ് ചെയ്തു. യൂച്ചിട്ടോ ഗോവിന്ദ കുട്ടിക്കാരങ്ങി ഇറങ്ങുന്ന കൈലോട് ഇറങ്ങുന്നു. ഞാൻ കുട്ടിക്കാരൻ ഇങ്ങോട്ട് വന്നേട്ടാ. ഇത് വരുന്ന ലിപ്സ്റ്റിക് ഇടുന്നതൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ എന്തെങ്കിലും പറയാനുണ്ടോ താങ്കൾക്ക്? ഞാൻ അന്വേഷിച്ച് നടന്ന തേയില കിട്ടി. കിട്ടിയോ? കിട്ടിയില്ല, മേടിക്കാൻ പോകാം. ഒരാകാംക്ഷ. ചേച്ചിന് ഉറക്കത്തിൽ നിന്ന് എണ്ണീറ്റതിൻ്റെതായിട്ടുള്ള കുറച്ച് കുഞ്ഞ് മൂശോട്ടയുണ്ട്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റൊരു 5-10 മിനിറ്റോളം അത് കാണും. അത് കഴിഞ്ഞിട്ട് നോർമലി ആവും. അയ്യോ, എന്റെ വ്ലോഗ് എടുക്കാൻ ആരുമില്ലേ? ഞാനെടുക്കാം. വേണ്ട 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 വേണ്ട.
റവർപ്പാലം ഏകദേശം ഒരു കുതിരച്ചാണത്തിന്റെ മണം അല്ലേ മൊത്തത്തിൽ? കുതിര കാണുന്നുമില്ലല്ലോ. ഓ, കുളവും കൃഷിയോ? എന്ത് കൃഷിയാണ് അവിടെ? തേയിലയാണ്. ഇതിവിടെ അയ്യോ ഒരു പട്ടി ഇങ്ങോട്ട് ഇറങ്ങി വന്നു. ആ പോ പോട്ടെ നിൽക്കേ. എടോ ഓടല്ലേ പട്ടിയെ കണ്ടു കഴിഞ്ഞാ. ഇവിടെ തന്നെ പോകണം. നിങ്ങൾ മാറി മാറി കൊടുക്കുക അത് പോട്ടെ. എന്താ മോനെ? പന്നിയല്ല മോനെ, പന്നി. അടുത്ത പട്ടി കയറുകയാണ്. ആ വരട്ടെ വരട്ടെ വരട്ടെ. ഇതൊക്കെ വരവ് കണ്ടിട്ടില്ല പേടി വരുന്നു. ഇങ്ങോട്ട് പറ്റി ഇങ്ങോട്ട് കുഞ്ഞിനെ കൊണ്ടോ. ആടെ നിൽക്കും. പട്ടി പോന്നു. എനിക്ക് വയ്യ, ഞാൻ അകത്തെ വാഷ്റൂമിലാണ് ഓ പോടൂ. എനിക്ക് പോണമെന്നില്ല വെച്ചിട്ടാ നമുക്ക് പിന്നെ പോവാം. എന്നാ കൊച്ചേ പിടി, എനിക്ക് പോണം. നമുക്ക് അല്ലാതെ പോവാം. വാ മോനെ, ബീച്ചിലും പോണോ? നമ്മൾ അവിടെ ആ കാട്ടിൽ നിന്ന് പെടുത്തായിരുന്നല്ലോ ഇടയ്ക്ക്. ആ വെറും വൃത്തിയിട്ട് ബാത്റൂം. ഇതുപോലെ എങ്ങും കണ്ടിട്ടില്ല. വെറും വൃത്തികെട്ട വാഷ്റൂം. ഈ വാഷ്റൂമിൽ പോകുന്നവര് ഒട്ടും അവര് ബാക്കിയുള്ളവർ പോകണം എന്നുള്ളൊരു ചിന്തയിൽ പോകുന്നതല്ല.